ജ്യോതിർമയി ചില ഷോർട്സിലൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് ചിത്രീകരിച്ച ആ മനുഷ്യനോടുള്ളൊരു സ്നേഹമില്ലേ, അതും കൂടെ ഞാൻ തരുവാണ്. കാരണം അമൽനീരത്ത്, ആനന്ദ്, സമീറ സനീഷ്, റോണക് സേവിയർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നീഷ്യന്മാരൊക്കെ കൂടെ എന്താണ് അമൽനീരത്തിന്റെ സിനിമ എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കായിരുന്നു എന്ന് തോന്നി. കിട്ടില്ല ഫ്രെയിംസ്, ചില എഫക്റ്റ് ഒക്കെ കണ്ടിട്ട് അതൊക്കെ വിശദമായി സംസാരിക്കാനുണ്ട്. എനിക്കിതിങ്ങനെ ഭയങ്കരമായിട്ട് പറയേണ്ടതുണ്ട്. ചില കാര്യങ്ങളിൽ എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ട്. ക്ലൈമാക്സിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ എക്സൈറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ട് വേണം അതേ പറ്റിയിട്ട് പറയാം. നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ശരിക്കും ഈ ചില സ്ഥലങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഒരു സ്ഥലത്ത് അറിയില്ല എന്താ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആലോചിക്കുന്നുണ്ട്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾ എടുത്തതെന്ന് എനിക്കറിയില്ല. എനിക്കും ആക്ച്വലി ആ സമയത്ത് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് ഓരോ ആർട്ടിസ്റ്റിന് കിട്ടുമ്പോൾ നമ്മളുടെ എഫേർട്ട് മാത്രമല്ല മറ്റുള്ളവരുടെ എഫേർട്ടും എല്ലാം കൂടി നമ്മളെ ആ ക്യാരക്ടർ ആക്കാനായിട്ട് ഒത്തിരി സഹായിക്കുന്നുണ്ട്. മേ ബി അതിൻ്റെ എല്ലാം ഒരു എന്താ പറയുന്നത്, ഒരു റിസൾട്ട് എന്നുള്ളതായിരിക്കാം ഈ ക്യാരക്ടറിലേക്ക് ആർട്ടിസ്റ്റുകൾക്ക് നല്ല പോലെ അത് സഞ്ചരിക്കാൻ പറ്റുന്നത്. പിന്നെ അതിനെ എല്ലാ ദിവസവും മറക്കാതെ ഈ ആർട്ടിസ്റ്റിന് ഈ ക്യാരക്ടർ കൊണ്ടുപോവുക ഷൂട്ടിങ് കഴിയുന്നത് വരെ, അത് ആർട്ടിസ്റ്റിൻ്റെ മാത്രം ഒരു ക്രെഡിറ്റ് അല്ല. ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സംഘം ആളുകളുണ്ട്. ഒരുപക്ഷെ അവരുടെ പേരും നീ പറയുന്ന പലപ്പോഴും ഇപ്പം താങ്കൾ പറഞ്ഞു, പലപ്പോഴും അത് പറയാനായിട്ടൊരു സാഹചര്യം വരാറില്ല. അങ്ങനെ ഒരു വലിയൊരു സംഘം ടെക്നീഷ്യൻസിൻ്റെയും കോ ആർട്ടിസ്റ്റിൻ്റെയും എല്ലാം ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു എൻഡ് റിസൾട്ടായിട്ടാണ് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് വരുന്നത്. ചില മൂവിങ് ഷോട്ട്സ് വെക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് വരുന്ന പല തരത്തിലുള്ള ഭാവങ്ങളുണ്ട്. ഒപ്പം നമ്മൾ ചിന്തിക്കുന്നുണ്ട് അടുത്തെന്താണെന്നുള്ളത് ഇയാൾ പറയണം. അപ്പം ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ജ്യോതിർമയിലാണ്. അപ്പോൾ ക്ലോസ് ചില സാധനങ്ങൾ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ പോലെ തന്നെ ഇങ്ങനെ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഞങ്ങൾ ഇരിക്കുക. അപ്പോൾ ജ്യോതിർമയുടെ മുഖത്ത് ജ്യോതിർമയും അത് അന്വേഷിക്കുക. അത് അസാധ്യമാണ് കേട്ടോ. പല ട്രാക്കിംഗ് ഷോട്ടുകളും ഞാൻ നോക്കുമ്പോൾ അത് ക്ലോസ് ആണ്. പക്ഷേ എന്താ പറയാ, ഇത് പറഞ്ഞിട്ട് തീരാത്തതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് തന്നെ അത്ഭുതമാവുന്നു കേട്ടിട്ട്. വളരെ സന്തോഷം കേട്ടതില്ല. ഞങ്ങൾ വണ്ടർ അടിച്ചാണ് ചില ഷോട്ട്സ് ഒക്കെ കണ്ടിട്ടുള്ളത്, ചില എഫക്റ്റ് കണ്ടിട്ടുള്ളത്. ആ എഫക്റ്റ് കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു പുതുമ ആസ്വദിക്കുമ്പോൾ നമ്മൾ ചില സിനിമയെ കാണുമ്പോൾ ഇത് എന്നുള്ളത് മാത്രമാണ് നമുക്കുണ്ടാവുക. ഇതങ്ങനെയല്ല, അയ്യോ ഇത് കൊള്ളാലോ സാധനം എന്ന് തോന്നില്ലേ. അതായത് സിനിമ നമ്മൾ പഠിക്കുകയും സാഗൂതം ഇങ്ങനെ അനുധാവനം ചെയ്യാന്ന് പറയും. ആ വാക്ക് മലയാളത്തിൽ അങ്ങനെയാ. അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതിൽ ഓരോ സാധനങ്ങളും ഞങ്ങൾ മനസ്സിലങ്ങ് എടുത്തിങ്ങനെ അബ്സോർവ് ചെയ്തെടുക്കില്ലേ. ഭയങ്കര സന്തോഷം കേൾക്കുന്നതില്. ആളുകൾക്ക് കണ്ടിട്ട് ഈ പറയുന്ന പോലെ പല പ്രായത്തിലുള്ള അപ്പം നമുക്ക് ഇന്ന പ്രായത്തിലുള്ളവർ മാത്രം എൻജോയ് ചെയ്തു എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം എല്ലാ പ്രായത്തിലുള്ളവരും, ടീനേജേഴ്സ് ആയിക്കോട്ടെ, ചെറിയ കുട്ടികളായിക്കോട്ടെ, കുറച്ച് പ്രായം ചേർന്നവരായിക്കോട്ടെ, എല്ലാവരും അതിനകത്ത് അത് ഇഷ്ടപ്പെട്ട് അത് ആസ്വദിച്ച ആ കഥാപാത്രങ്ങളെല്ലാം അവർക്ക് കണ്ടു മറന്നതോ അല്ലെങ്കിൽ പരിചയമുള്ളവരോ ഒക്കെ ആയിട്ടുള്ള എല്ലാമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്കത് ഭയങ്കര സന്തോഷമാണ് ഇത് കണ്ടിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ. എനിക്ക് ഭയങ്കര അത്ഭുതപ്പെടുത്തി. അപ്പോൾ അത് ഉത്തരം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ലാജോ ജോസഫ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ അതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ഉത്തരത്തിൽ ഇതേപോലെയാണ്. നോ മോട്ടീവ് എന്ന് പറഞ്ഞിട്ട് ഡാഫെ ഡ്യൂ മോറി എന്ന് പറഞ്ഞിട്ട് നോവലിസ്റ്റിൻ്റെ കഥ എടുത്തിട്ടാണ് ഉത്തരം എന്ന് പറയുന്ന സിനിമ MD ചെയ്തേക്കുന്നത്. അതിനകത്ത് മോട്ടീവ് ഇല്ല. നോ മോട്ടീവ് എന്ന് തന്നെയാണ് അതിന് കൊടുത്തേക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത്. ആ മോട്ടീവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് MDയുടെ ഉത്തരം. അതേ മൂഡിലാണ് ഈ സിനിമ ശരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. കാരണം മോട്ടീവ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല, ഒരു സ്ഥലത്ത് ഒരു തുമ്പും ഇല്ലാത്ത. ഞാൻ ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്ന സമയത്ത് എൻ്റെ ബുദ്ധിയൊന്നും പ്രയോഗിക്കാൻ നിൽക്കില്ല, കാരണം കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടാറില്ല. ചിലതൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും, പക്ഷേ എങ്കിലും ഞാൻ അതിന് മെനക്കെടാതെ ഇതിനെ ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. എന്താ കാണിക്കണേ അത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് കാണുന്ന സമയത്തും ഞാൻ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ തണുപ്പും കൂടെ വന്നിട്ടേ ചെറിയ ടെൻഷൻ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അയ്യേ ഞാനോ ടെൻഷനോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നിങ്ങളുടെ ആ മാനസികാവസ്ഥയുണ്ട്, നിങ്ങൾ അപകടത്തിൽപ്പെടുവോ എന്നുള്ള മാനസികാവസ്ഥ പലതരത്തിലാണല്ലോ. ഇത് നമുക്ക് സ്പോയിലർ ആവാതെ സംസാരിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെ പ്രേക്ഷകരെല്ലാം ഇരുന്നു എന്ന് പറയുന്നത് അതൊരു മിടുക്കല്ലേ, അമൽനീരദിന്റെ ആ മിടുക്കിനെ. അതെ, ഞാൻ അതിനകത്ത് എനിക്കൊരു സംശയവുമില്ല, അമൽനീരദിന്റെ മിടുക്ക് തന്നെയാണ്. അമലിന് നല്ലപോലെ ആ എന്താണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ലാജോയും അമലും ചേർന്നിട്ട് അവർക്കൊരു
ഐഡിയ ഉണ്ടായിരുന്നു അവർ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ ആയിട്ട്. ഉം. അപ്പം എനിക്ക് തോന്നുന്നു അത് ആക്ച്വലി അത് അവർക്ക് ഇത്രയും ആളുകളുടെ അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ അത് അവരുടെ വർക്ക് അത് കറക്റ്റായി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. മറവികളെ പറയൂ, കടലാസ് പൂ ഇതളിലിരിക്കും സ്മരണകളാം മിഴിനീർ തുമ്പികൾ എന്നാണ് പറയുന്നത്. അതിനകത്ത് തന്നെ കഥയുണ്ട്. ആ കടലാസ് പൂക്കളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്, അത് മിഴിനീറുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സാധനം. ഇതേ സാധനം ഉത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇരുൾ വീണ ഒരിടവഴിയിൽ എവിടെ വെച്ചാരൻ്റെ ചെറുകൈ വിളക്കും എടുത്തെറിഞ്ഞു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ ഇരുട്ടത്താണ് ആ സംഭവം നടക്കുന്നത്. പക്ഷേ ആ സംഗതി ആരും കണ്ടിട്ടില്ല, കണ്ടവർക്ക് ബോധവുമില്ല. അപ്പം അതിൻ്റെ ഒരു ഇതാണ് പറയുന്നത്. അതേ സാധനമാണ്, അതേ കണ്ടന്റാണ് റഫീഖ് സാറിൻ്റെ വരി കിടക്കുന്നത്. അപ്പം ഇത് കൊള്ളാല്ലോ ഈ സാധനം. കാരണം ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ചിട്ടില്ലേ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇനി കുറച്ചുകൂടെ വരും. എനിക്ക് തോന്നുന്നു ബോഗൻവില്ല എന്ന് പറഞ്ഞാൽ സ്പോയിലർ അല്ല സിനിമയുടെ, ഭയങ്കര ഭംഗിയുള്ള സാധനമാണ്. ആ ഫ്രെയിമിലൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയാ ആസ്വദിച്ചേ? ആ പെർട്ടിക്കുലർ ഫ്രെയിം എന്നല്ല, എല്ലാ ഫ്രെയിമിലും നിൽക്കുമ്പോഴും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. പിന്നെ ഈ ആസ്വാദനം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ഭംഗിയുണ്ടോ അതൊന്നും നമ്മളൊരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളത് ചിന്തിക്കില്ല. ആ കഥാപാത്രമായി തന്നെ നിൽക്കുന്നുണ്ടോ, അതിനകത്ത് നമുക്ക് എത്രത്തോളം ജസ്റ്റിസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതൊക്കെ തന്നെയായിരുന്നു ഞാൻ ആസ് ആൻ ആർട്ടിസ്റ്റ് നോക്കിയിരുന്നത്. പിന്നെ എനിക്ക് ഇവരിലൊക്കെ പൂർണ്ണ വിശ്വാസമായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഈ പറയുന്ന പോലെ നമ്മൾ ഫ്രെയിമുകളെ പറ്റി ഒന്നും ഒരു ടെൻഷനും വേണ്ടിയിരുന്നില്ല. കുഞ്ചാക്കോയും നിങ്ങളും കൂടെ നിൽക്കുന്ന ഒരു ഫ്രെയിമുണ്ട്. ചെറുകഥ വായിക്കില്ലേ നമ്മള്, അപ്പം നമ്മൾ സങ്കല്പിക്കുന്ന ചില ഫ്രെയിംസ് ആണ് അതിനകത്തുള്ളത്. എല്ലാം അങ്ങനെയാണ് കേട്ടോ, ഓരോ ഫ്രെയിംസും അങ്ങനെയാണ് വെച്ചേക്കുന്നത്. അത് രണ്ടാമത് കണ്ടപ്പോ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്തായാലും പോയി മോണിറ്റർ ചെയ്യുമല്ലോ. അപ്പൊ എന്താ അതിനകത്തൊരു ഫീൽ? ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് സംശയം കൊണ്ട് നോക്കുന്നതല്ല, നമുക്കത് കാണാനുള്ള ഒരു ഇതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ പോയി നോക്കുന്നതാണ്. അപ്പൊ അത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഫഹദ് ഫാസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഏരിയൽ വ്യൂ ഷോട്ട് ഉണ്ട്, റോഡിന്റെ ഷോട്ട് കാണിക്കുന്നത്. അത് ഇടയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ സ്ഥലത്താണ് സുഷിന്റെ ഒരു മ്യൂസിക് വരുമ്പോഴാണ് ഞാൻ വീണു. മ്യൂസിക് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അടുത്ത വരവാണെന്നുള്ളത് മനസ്സിലായി. അതാണ് പിന്നീട് തുടരുന്നത്. ആ മ്യൂസിക് കേൾക്കുന്നത് വരെ സത്യത്തിൽ ഈ സിനിമയെ സംബന്ധിച്ച് സുഷിന് ഞാൻ വീണു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പാട്ടിറങ്ങുന്ന സമയത്ത് ഞാൻ വീണിട്ടുണ്ടായിരുന്നില്ല. അത് കേട്ടപ്പം സാഷ്ടാംഗ പ്രണാമം. സുഷിൻ അതെ, ഞാൻ അന്ന് പറഞ്ഞ പോലെ ഹീസ് എ മാജിക് മാൻ. നമ്മൾ ചെറിയൊരു പയ്യനായിട്ടൊക്കെ കാണുള്ളൂ, പക്ഷെ പുള്ളി ഭീകരനാണ്. ചിലരൊക്കെ ഇപ്പൊ അനിരുദ്ധിന് മേലെ ചെയ്യുന്ന ഒരാളായിട്ട് സങ്കല്പിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ അത്രയും നമ്മുടെ ഒരു സ്റ്റാർ വളരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ത്രൂ ഔട്ട് മ്യൂസിക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് എവിടെയെങ്കിലും ഇങ്ങനെ പെരുപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ചെയ്തേക്കുന്നത്. എന്താണോ ഇമോഷൻ, കഥയ്ക്ക് വേണ്ട ഇമോഷൻ, അതിങ്ങനെ ചെയ്തേക്കാം. സുഷിനെ കുറിച്ച് എല്ലാവരും പറയുന്ന കമന്റുകൾ പറയും. ഇപ്പം പറഞ്ഞ പോലെ ഓരോ സിനിമയ്ക്കും ഓരോ മൂഡ് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആവേശം ചെയ്ത ഒരാളാണ് ഇത് ചെയ്തത് നമ്മൾ വിശ്വസിക്കില്ല. ഇത് പുള്ളിയെ കാണാതെ ഈ മ്യൂസിക് കാണുമ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര പക്വത വന്ന ഒരു ഭയങ്കര ഒരു കുറേ ജീവിതം കണ്ട ഒരു മനുഷ്യൻ. അതാ അപ്പം അങ്ങനെ നമുക്ക് ഒട്ടും വിചാരിക്കില്ല. അപ്പോൾ അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല, ചെറിയ പയ്യനാണ്. ഒരു ഭയങ്കര ഒരു വലിയൊരു ഒരു കഴിവുള്ള ഒരു ആർട്ടിസ്റ്റിനെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ താങ്കൾ പറയുന്ന പോലെ ഞാൻ അല്ലെങ്കിൽ സുഷിൻ ഫാനാണ്. രണ്ടാമത് വരിക, തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് ചില സാധനങ്ങളൊക്കെ പരസ്യവാചകങ്ങളാണ്. പക്ഷെ നിങ്ങൾ ശരിക്കും തിരിച്ചു വന്നതാണ് കേട്ടോ, അത് പരസ്യവാചകമല്ല. പക്ഷേ സെറ്റിലൊക്കെ പോവും ഒക്കെ ചെയ്യുമെങ്കിലും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സ്പേസിലാണ് വരുന്നത്. നമ്മളാണ് കേന്ദ്ര കഥാപാത്രമായി മാറുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഷോൾഡർ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. സപ്പോർട്ടുണ്ട്, എല്ലാവരും കൂടെ നിൽപ്പുണ്ട്. പക്ഷെ എങ്കിലും നമ്മളാണത് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ചെയ്തേ പറ്റൂ. ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നിൽക്കുന്ന ഒരു സ്പേസിൽ നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ആ ചെയ്യുന്ന സ്ഥലത്തൊക്കെ എവിടെയെങ്കിലും ചെറിയ ടെൻഷനെങ്കിലും ഉണ്ടായിരുന്നു പുതുതായിട്ട് ഇപ്പം ചെയ്യുമ്പോൾ? ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് ഷോൾഡർ ചെയ്യുന്ന സീൻസും ഒക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ നമ്മൾ കൊണ്ടുപോകേണ്ട കഥാപാത്രത്തിൻ്റെ കുറച്ച് ഇതായിട്ടുള്ള സീൻസൊക്കെ വരുന്ന സമയത്ത് കുറച്ച് സമയം ഷൂട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസമായി ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവല്
അതുപോലെ ഈ ഡയറക്ടർ നമുക്ക് കുറച്ച് കൂടുതൽ തരുകയും ഒക്കെ ചെയ്ത് അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ക്യാരക്ടറിലേക്കും നമുക്കിത് ചെയ്യാൻ പ്രാപ്തരാക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തേക്ക് ദിവസമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഐ ഡോണ്ട് നോ എങ്ങനെ ആയേനെന്ന്. പക്ഷെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ലൈറ്റർ സീൻസ് ചെയ്ത് വന്നിട്ടൊക്കെയാണ്. പിന്നെ നമ്മൾ ഒരു ഈ പറയുന്ന പോലെ ഒരു പരകായ പ്രവേശമാണ്. അത് നമ്മൾ ആ കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ മറന്നു പോവും, നമ്മൾ ആ ക്യാരക്ടറിലേക്ക് ആവും. അത് തോന്നിയിട്ടുണ്ട്. ചിലപ്പം നമ്മൾ ചില സീനിന്നൊക്കെ വിട്ടുവരാൻ കുറച്ച് സമയം എടുക്കും. അമനീഷ്യ നമ്മൾ കേട്ടിട്ടുള്ളപ്പോഴും ഡിമെൻഷ്യയുടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു പേഷ്യൻ്റ് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാന്നൊക്കെ ഉള്ളതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും അമൽ. പക്ഷെ നമ്മൾ തന്നെ അത് ഉൾക്കൊള്ളണം. നമ്മുടെ ഫേസിലാണ് ഇത് എക്സ്പ്രഷൻസ് വരേണ്ടത്. എന്തായിരിക്കും അങ്ങനെയുള്ള രോഗികൾ ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ ആശങ്ക ഉണ്ടായിരുന്നില്ലേ? ഈ പറയുന്ന പോലെ ഞാൻ എപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ഈ സിനിമ സെറ്റിലാണെങ്കിലും ഒക്കെ ചർച്ച ചെയ്യുകയും എത്ര റിയാക്ഷനാണ് ഓരോ സ്ഥലത്ത് വേണ്ടതും എന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ അമലിൻ്റെ സൈഡിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും മാറിപ്പോകുമ്പം അത് അമൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്, തിരിച്ച് നമ്മളെ റൂട്ടിലേക്ക് വരുത്താറുണ്ട്. സോ അതൊക്കെ ഭയങ്കര അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഇത് ടെൻഷനുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ജ്യോതിർമയി തന്നെ ചെയ്യണം എന്ന് പറയുന്ന വാശിയുടെ കാരണം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ജ്യോതിർമയിക്ക് നേരത്തെ തന്നെ മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഷൂട്ട് നടക്കുമ്പോൾ തന്നെ. അങ്ങനെ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. അല്ല, പക്ഷേ അത് നല്ല കാര്യമായില്ലേ അങ്ങനെ ഒരു വാശി പിടിച്ചത്? അതെ, ഞാൻ സെൽഫിഷ് ആയിട്ട് പറയുകയാണെങ്കിൽ അതെ പറയുള്ളൂ. വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്തിട്ടുണ്ട്, പിന്നെ ചിലപ്പോൾ പ്രിവ്യൂവും കണ്ടിട്ടുണ്ടാവും. പക്ഷെ വലിയ സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമ്മളെ ജഡ്ജ് ചെയ്യുമല്ലോ. ആ ക്യാരക്ടർ വെച്ചിട്ടൊക്കെയായിരിക്കണം നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത്. ടോട്ടൽ സിനിമയെ വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ ആ ഇമോഷൻസ് നമ്മൾ വിചാരിച്ചതുപോലെ അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ ടോട്ടൽ സിനിമ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അങ്ങനെ ജഡ്ജ് ചെയ്തപ്പോൾ ജ്യോതിർമയിക്ക് എന്താണ് തോന്നിയത്? ഞാനിങ്ങനെ പറയുമായിരുന്നു, ഞാൻ അമലിനോട് പറഞ്ഞു, യൂഷ്വലി ഞാൻ എൻ്റെ സിനിമകൾ തന്നെ കാണുമ്പം കുറേ ഞാൻ അങ്ങനെ മതിമറന്ന് കാണാറില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ലോസ്റ്റ് ആവാറില്ല. പക്ഷെ സംഹൗ ഇതിൽ ഞാൻ എന്നെ കണ്ടിട്ടേയില്ല. ഇതിനകത്ത് റീത്തു തന്നെയായിരുന്നു. സോ അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. യൂഷ്വലി നമ്മളെ മാറിയിട്ട് ഈ ക്യാരക്ടറിനെ കാണാൻ ഇച്ചിരി പ്രയാസമാണ്. പക്ഷെ സംഹൗ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ. ഞാനും ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ ഇരുന്ന് വേറൊരാളെ കാണുന്ന പോലെ കണ്ടു. എന്തിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ ഒക്കെ ഉള്ള അത്തരം സ്ഥലത്തൊക്കെ എത്തുമ്പോൾ കുറച്ചുകൂടെ അങ്ങനെ തന്നെ കൺവിൻസ്ഡ് ആക്കുന്നുണ്ട് ആ ക്യാരക്ടർ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് എത്ര ബുദ്ധിപരമായിട്ടാണ് ഇത് ആക്ട് ചെയ്തിരിക്കുന്നതെന്ന് തോന്നില്ലേ? അല്ല, അത്ര ബുദ്ധിയൊക്കെ പ്രയോഗിച്ചോ? ദൈവമേ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ സീൻസ്, നമുക്ക് ഈ കഥ അറിയാം, നമുക്ക് നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ നമ്മൾ ഓരോ സീൻ ചെയ്യുന്നതിന് മുമ്പും നമ്മളൊരു ഡിസ്കഷനും അതെങ്ങനെയാണെന്നുള്ളതും ഒന്ന് ചർച്ച ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാമല്ലോ എങ്ങനെ വേണമെന്ന്. ഈ പറഞ്ഞ പോലെയാണ് ഞാൻ ഫുൾ ക്രെഡിറ്റും അമലിന് തന്നെ കൊടുക്കുന്നത്. എൻ്റെ ഒരു ഇതായിട്ടും ഞാൻ കരുതുന്നില്ല അതിനെ. ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു അമൽ നീരദ്. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാമത് ജ്യോതിർമയെ കൊണ്ടുവന്ന അമൽ നീരദിന് സ്തുതി പറയുന്നത്. അപ്പോൾ നിന്നെയും സൃഷ്ടിച്ച കർത്താവിന് സ്തുതി പറയുമ്പോൾ നീ ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. നേരത്തെ തന്നെ മനസ്സിലായതാ, പക്ഷെ അത് നമുക്ക് ആ സമയത്ത് റിവീൽ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാത്തിനെയും സൃഷ്ടിച്ചത് കർത്താവാണെങ്കിൽ നിന്നെയും സൃഷ്ടിച്ചത് കർത്താവാണല്ലോ. ലോജിക്കലി അത് ശരിയാണ്. അപ്പോൾ ഇപ്പൊ ഉത്തരം കിട്ടി. നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഉത്തരം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ തൽക്കാലം സ്പോയിലർ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാ. കുഞ്ചാക്കോ ബോബനെ ഒരു സീനിൽ കാണുന്ന സമയത്ത് അയാളുടെ ഏറ്റവും സുന്ദരനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് വൈരുദ്ധ്യമാണ്. പക്ഷെ ആ സ്ഥലത്ത് അയാളുടെ ഒരു ചിരിയുണ്ട്, എന്നാ മാതിരി ചിരിയാണ്. ജ്യോതിർമയി ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ആ ചിരിക്ക് ഞങ്ങൾ 100-ൽ 100 മാർക്ക് കൊടുത്തു. കുഞ്ചാക്കോ ബോബനെ കുറിച്ച് പറയും. ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഒരു ഇമേജ് ഉണ്ട്, പിന്നെ അതൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. പക്ഷെ എങ്കിലും എല്ലാവർക്കും ഒരു ഭയങ്കര സുന്ദരനായ ഒരു ഹീറോ ആയിട്ട് ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, അതൊക്കെ അസാധ്യമായിട്ട് ഈ പറയുന്ന പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ പെർഫോം ചെയ്യുമ്പോൾ അത് നമുക്കും കൂടി ഒരു ബൂസ്റ്റാണ്. പെർഫോമൻസ് വൈസ് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ചാക്കോച്ചൻ അതുപോലെ ഫഹദിൻ്റെ കൂടെ ചെയ്യുന്ന സീൻസ് ഒക്കെ ഇവരുടെ കൂടെ നമുക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ഒരു എനർജി നമുക്കും കൂടി കിട്ടുന്നുണ്ട്.
അത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്, ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ചിരിയുടെ പേരിൽ ചാക്കോച്ചൻ എന്തായാലും വിലയിരുത്തപ്പെടും. ചാക്കോച്ചന്റെ എവർഗ്രീൻ ചിരികൾ, നമ്മൾ പല ചോക്ലേറ്റ് ചിരികൾ കണ്ടതാ ചാക്കോച്ചന്റെ. പക്ഷേ ഇതല്ല. അല്ല. അതെ 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 അതെ. എക്സലന്റ് ചിരി കേട്ടോ. പക്ഷെ അയാൾ സുന്ദരനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. അതെന്റെ ഒരു പ്രശ്നമാണ്, അതറിഞ്ഞുകൂടാ. അങ്ങനെയാണ് നമ്മൾ ചില മാനറിസംസ് ഒക്കെ അങ്ങനെയാണ്. നമ്മൾ ആ മാനറിസം കാണുമ്പോൾ അതിൽ വണ്ടറടിച്ചിരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അത് ചിന്തിക്കില്ല. അത് പോട്ടെ. അതുപോലെ എനിക്ക് ഒരു കാര്യം കൂടി പറയണം. നമ്മളിപ്പോൾ സീൻ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മളെ അങ്ങോട്ട് കംപ്ലീറ്റ് ആ ക്യാരക്ടറിൽ നിന്ന് മാറി ഇതാവില്ല എന്ന് പറഞ്ഞാൽ, വേറെ കാര്യങ്ങൾ സംസാരിച്ച് അത് മാറിപ്പോവില്ല. ആ ക്യാരക്ടറായിട്ട് തന്നെ ആ ദിവസം ഇങ്ങനെ നിന്ന് പോവാനായിട്ട് അങ്ങനെയായിരുന്നു എല്ലാവരും. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാറി ഇവിടെ നമുക്ക് വേറൊരു മൂഡ്, ഷൂട്ടിൽ വേറെ മൂഡ്, അങ്ങനേ ആയിരുന്നില്ല. അതെല്ലാവരും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് അത് ഭയങ്കര പ്ലസ് ആയിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് നടന്നു വരുന്ന ഫസ്റ്റ് സീനുകളിൽ രസമായിട്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പ്രായം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അവിടെ, ആ ക്യാരക്ടർ എത്രത്തോളമാണ് കോൺഷ്യസ്നെസ് അല്ല അവിടെ ഉള്ളത്. ആ കുട്ടികളുടെ കാര്യം നോക്കുന്ന ഒരു അമ്മയാണ്. അമ്മയുടെ മാനറിസം അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അവിടെ ശരീരമോ ഇല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യമോ ഇതൊന്നും അല്ല അവിടുത്തെ പ്രശ്നം. അപ്പോൾ ആ അമ്മ എങ്ങനെയാണ് നടക്കുക എന്നുള്ളത്, ആ സ്ഥലത്ത് എനിക്ക് നടത്താൻ ഇഷ്ടപ്പെട്ടു. സന്തോഷം. അതേപോലെ കുഞ്ചാക്കോ ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട്. കാലിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് 3-4 സ്ഥലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ബ്രില്യൻസ്. കാരണം ആ ചെറുപ്പക്കാരനും അത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കണക്ഷൻ അങ്ങനെ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. അത് പിന്നെ പറയാം. ഈ ഫഹദ് ഫാസിലിന് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ഭീതിതമാണ്. ഇതൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ലാലേട്ടനെ കൊണ്ടുവന്നൊരു സിനിമയെ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു ഇമേജിന് വരുന്നൊരു സാധനമുണ്ട്. ആ ഇമേജിന്റെ തുടർച്ചയാണല്ലോ. കാരണം രജനീകാന്ത് സിനിമയുടെ തുടർച്ചയാണ് ഫഹദ് ഫാസിലിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ ചില ഇമേജ് വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും അത് കുറഞ്ഞു പോയെന്ന് അഭിപ്രായമുണ്ട് പലർക്കും. അതിനെ പറ്റിയിട്ടുള്ള ജ്യോതിർമയി എന്താ പറയേണ്ടത്? ആസ് എ പ്രൊഡ്യൂസർ എന്താ പറയാ? ഞാൻ പറഞ്ഞ പോലെ ഫഹദ് നമ്മുടെ ഭയങ്കര, വി ആർ ലൈക്ക് ഫാമിലി, നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം നമ്മളോട് ചെയ്ത ഏറ്റവും വലിയൊരു ഫ്രണ്ട്ലി അപ്പിയറൻസ് ആയിരുന്നു. അപ്പം അതിനകത്ത് അദ്ദേഹം ഈ ഒരു ഇമേജോ ഒന്നും നോക്കാതെ അത് അമലായിരിക്കും സംസാരിക്കുന്നത് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ വേറെ അതൊരു ഭയങ്കര നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്കൊരു ഫ്രണ്ട് വന്ന് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം ചെയ്തത്. അതിനകത്ത് വേറെ ഒരു ഇമേജും ഒന്നും നോക്കാതെയാണ്. ഫഹദ് ഫാസിൽ എൻട്രി ആവുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സുഷിൻ്റെ മ്യൂസിക്കിൻ്റെ ഏറ്റവും ടോപ്പ് കിടക്കുന്നത് അവിടെയാണ്. അവിടെ നമ്മളിങ്ങനെ എല്ലാവരുടെ കയ്യടിയും കൂകി വിളിയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ഹർഷമുണ്ട്. അപ്പോൾ സിനിമ ഒന്നും ഉണരില്ലേ ഇങ്ങനെ? ആ സാധനം ഉണ്ടല്ലോ, അത് ഇത് പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഈ സിനിമയിൽ പ്രത്യേകിച്ചും ആദ്യ ദിവസങ്ങളിൽ കണ്ടാലേ നമുക്ക് അത്രയും ആരാധനയുള്ള ആൾക്കാരെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണ് ഇതിനൊരു ഓളം കിട്ടുക. ഞാൻ ഇത് രണ്ടാമത് കണ്ടപ്പോൾ ഒരു നമ്മുടെ നാട്ടിൻപുറത്തെ സാധാരണ തിയേറ്ററിലാണ് കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ അവിടെ കണ്ടപ്പോൾ എന്തൊരു സാധനമായിരുന്നു അതൊക്കെ എന്ന് തോന്നില്ലേ? അതാണ്. അപ്പൊ മ്യൂസിക്കിന് അപ്പുറത്തേക്ക് നമ്മുടെ ഈ ഹർഷവും കൂടെ ചേരുമ്പോഴാണ് തിയേറ്ററിൽ സിനിമ എഫക്റ്റ് ആവുന്നത്. അത്തരം ഷോ കണ്ടില്ലേ? അത്തരം ഷോ ഞാൻ ആക്ച്വലി മിസ് ചെയ്തു കേട്ടോ. പക്ഷെ തിയേറ്ററിൽ പോയി കണ്ടു. പക്ഷെ ഞാൻ പോയി കണ്ട സ്ഥലത്ത് ഈ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് ആയിരുന്നില്ല. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ അവരത് മതിമറന്നിട്ടും അങ്ങനെ അവരുടെ ഒരു ഹാപ്പിനെസ് കാണിക്കുന്നുണ്ട്. പറഞ്ഞ പോലെ താങ്കൾ പറഞ്ഞ ഒരു ഉത്സവ പ്രതീതിയിൽ ഞാൻ മിസ് ചെയ്തു ആക്ച്വലി. അങ്ങനെ കാണണം കേട്ടോ. അപ്പോൾ ഈ സുഷിന്റെ മ്യൂസിക് അത് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഫഹദ് ഫാസിൽ വരുന്നതിന് തൊട്ട് മുമ്പിട്ടിരിക്കുന്ന മ്യൂസിക് വരുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഉണർന്നു കഴിഞ്ഞു. എന്നിട്ട് പിന്നെ അതിന്റെ കറക്റ്റ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ പൊളിയാണ്. കുറച്ച് സമയത്തേക്ക് ഇതെന്താ ഏതാണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു ആംബിയൻസ് ഉണ്ട്. അങ്ങനെയുള്ള ചില ആംബിയൻസ് ആണ് കേട്ടോ ഈ സിനിമകൾ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ ടോട്ടലി ഈ സിനിമ മേക്കിംഗ് എന്ന് പറയുന്നതിൽ പല സ്ഥലത്തും ഉപയോഗിച്ചിരിക്കുന്ന എഫക്ട്സ് ഉണ്ട്. ഛായ കാർത്തികേയൻ എന്ന് പറയുന്ന പേര് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഈ ആതിര പട്ടേൽ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ചില ഫോട്ടോസും ചില എഫക്റ്റുള്ള ഷോട്ടുകളും മാത്രമാണ് കാണിക്കുന്നത്. പക്ഷെ ഈ എഫക്റ്റുള്ള ഷോട്ട് ഉണ്ടല്ലോ, അയാളെ നമ്മളെ മനസ്സിനകത്ത് നിങ്ങളെക്കാളും കൂടുതൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കഥയെഴുത്തിൻ്റെയൊക്കെ ഒരു മാജിക്, ഇല്ലെങ്കിൽ ചെയ്യുന്ന ക്രിയേറ്ററുടെ ഒരു മാജിക്കാണ്. ആ പേരും അയാളെ നമ്മളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അയാളെ
തേടുകയാണ് നമ്മൾ. അയാളെ കിട്ടിയേ പറ്റുമോ നമുക്ക്? അതെ, അയാൾ അതെ. എവിടെ പോയി, അയാൾ അവിടം വരെ വന്നല്ലോ, ആഹാ. മറ്റേ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് ട്രെയിലർ കാണുന്ന സമയത്ത് തന്നെ അതിനകത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷെ സിനിമയെ കണ്ടപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ആ അപ്പൊ ഈ കാണാതായ ആളിനെ കണ്ടുപിടിക്കാനുള്ളൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ പോകുന്നത് ആരാണ് എന്ന് നിങ്ങളൊന്ന് ജ്യോതിർമയി ഒന്ന് തിരി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ, ആ സ്ഥലത്തൊക്കെ ഇട്ടിരിക്കുന്ന എഫക്റ്റ് ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ ജ്യോതിർമയിക്ക് ഒരു എന്താ ഫ്രഷ്നെസ് ഫീൽ ചെയ്തില്ലേ? ഓരോ സീൻ വേറെ വേറെ ആയിട്ടല്ല, ഞാൻ ആസ് എ ഓഡിയൻ എനിക്ക് ടോട്ടാലിറ്റിയിലാണ് ഞാൻ നോക്കുന്നത്. ഈ പറയുന്ന പോലെ ഓരോന്നോരോന്ന് ഇനിയും പക്ഷെ ഇനി ഞാൻ വീണ്ടും വീണ്ടും കാണുമ്പോഴായിരിക്കാം താങ്കൾ ഈ പറഞ്ഞ ഓരോ പോയിന്റും. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ടോട്ടാലിറ്റിയിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അഭിനയിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ അപ്പം എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, വൈ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ അതിൻ്റെ എന്തിനാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് കൃത്യമായിട്ട്. ഫെമിനിസത്തെ സംബന്ധിച്ചുള്ള ഒരു തെറ്റായ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് റൈറ്റർ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ടോട്ടാലിറ്റിയിൽ അങ്ങനെ ഒരു സാധ്യതയെ ഉപയോഗിക്കുന്ന സമയത്ത് വേണ്ടത്ര പഠിത്തം ഇല്ലാതെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും ഒരു നമ്മളിപ്പോൾ പൊതുവിൽ സംസാരിക്കാറുള്ള ഒരു വിഷയമുണ്ട്. ഈ പെണ്ണത്തം എന്ന് പറയുന്നത് ഒരു ആൺകോയ്മയുടെ ബലത്തിനെ എതിരായിട്ട് പറയുന്ന ഇല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ഒരു സംഗതിയല്ല. ഹ്യൂമനിസത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമാണ്. അല്ലെങ്കിൽ ഹ്യൂമനിസം എന്ന് പറയുന്ന വാക്കിന് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ഫെമിനിസം എന്ന് പറഞ്ഞതാണ്. ഫെമിനിസത്തെക്കുറിച്ചുള്ള ജ്യോതിർമയുടെ ഒരു കാഴ്ചപ്പാട് പറയും. ഞാൻ ഈ പറയുന്ന പോലെയാണ്, ഐ ബിലീവ് ഇൻ ഹ്യൂമനിസം. അത് ഫെമിനിസം ഈ പറയുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെയും വേറെ വേറെ തിരിച്ച് കാണേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഫെമിനിസം പറഞ്ഞ നമ്മൾ തമ്മിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഒരു ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഒരു മെൻ്റൽ വാർ ഇപ്പോൾ കുറച്ച് നടക്കുന്നുണ്ട്. ഐ ഡോണ്ട് എഗ്രി ടു ദാറ്റ്. നമ്മൾ ഈ പറയുന്ന പോലെ ലെറ്റ്സ് ട്രീറ്റ് എവറിബഡി ആസ് ഹ്യൂമൻ ബീങ്. പിന്നെ എല്ലാവരുടെയും ഇതും വ്യത്യാസമുണ്ട്. നമുക്ക് റാഷണലൈസ് ചെയ്ത് എല്ലാവരെയും പറയാൻ പറ്റത്തില്ല. ഐ തിങ്ക് ലെറ്റ്സ് സീ എവറി ഹ്യൂമൻ ബീങ് ആസ് എ ഹ്യൂമൻ ബീങ്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. ഈ സിനിമയുമായിട്ട് ബന്ധപ്പെടുത്തി കൂടെ ഇതിനെക്കുറിച്ച് ജ്യോതിർമയി പറഞ്ഞാൽ, ഈ സിനിമയിൽ ഈ പറഞ്ഞ പോലെ ലാജോ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എഗ്രി ചെയ്യാൻ തോന്നി. കാരണം ആ സീനിൽ ഒരു പക്ഷേ ആ പോയിന്റിൽ കുത്തിക്കയറ്റിയതല്ല, ആ സ്റ്റോറിയിലുള്ളത് തന്നെയാണത്. അത് അവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഇവർ മാത്രമാണുള്ളത്, അപ്പം എന്ത് ചെയ്യും? തീർച്ചയായും അവർ ഒറ്റക്കെട്ടായി നിന്ന് ആക്ട് ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് അതൊരു അൺനെസസറി ഇതായിട്ട് ഞാൻ കാണുന്നില്ല. ഫെമിനിസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ പലതരത്തിൽ ആൾക്കാർ വികലമായി വ്യാഖ്യാനിക്കുകയും ഇല്ലെങ്കിൽ വികലമായി കളിയാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരെ പോലെ തെങ്ങിൽ കയറുമോ, നിങ്ങൾ അത് ചെയ്യുമോ, ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് മസിലുമായി ബന്ധപ്പെട്ട സാധനമാണ്. ശരിക്കും ജനാധിപത്യ രാജ്യത്ത് അത്തരമൊരു രാഷ്ട്രീയ ബോധ്യം വന്നൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഒരാൾക്ക് ഒരു ഓട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ മസിലിന് എതിരായിട്ടൊരു മസിൽ പവർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പല സിനിമകളിലും കാണിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ജ്യോതി വിശ്വസിക്കുന്നത്? അത് ഡിപ്പെൻസ് ഓൺ ഈച്ച് മേക്കർ. അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് ഓരോ ക്രിയേറ്റർ അയാൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള പോലെയല്ലേ. ഇപ്പോൾ മറ്റ് സിനിമകളുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന പോലെയാണ് നമ്മുടെ വോട്ട് ചെയ്യുമ്പം എല്ലാ വോട്ടും കൺസിഡേർഡ് ആസ് വൺ അല്ലേ. അതിനകത്ത് ഫെമിനിസ്റ്റിക് വോട്ട് അല്ലെങ്കിൽ മാൻ വോട്ട് എന്നുള്ളതല്ലല്ലോ. യു ആർ കൺസിഡേർഡ് ആസ് എ ഹ്യൂമൻ ബീങ്. സോ ഐ തിങ്ക് അത്രയേ ഉള്ളൂ. ഈ പെണ്ണിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന സമയത്ത് ഈ ഇൻ്റർവ്യൂസിൻ്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, പ്രസവിക്കാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ള, പിന്നെ മാരേജ് പോലുള്ള നമ്മൾ കൺവെൻഷണൽ മെത്തേഡ്സ് ഉണ്ട്, സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം. അതൊരു പ്രഷറാണ്, പലപ്പോഴും സൊസൈറ്റിയുടെ പ്രഷറാണ്. ഈ സൊസൈറ്റിയുടെ പ്രഷറിനെ മറികടക്കാൻ മാത്രമുള്ള ഇൻഡിവിജ്വൽ ഫ്രീഡം നമുക്കില്ലേ? എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? തീർച്ചയായും ഉണ്ടല്ലോ, ധാരാളം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ധാരാളം ഐ സി വിമൻ ഹു ആർ ലൈക്ക് അവർക്ക് ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടി തന്നെ അവർ അവരുടേതായ രീതിയിൽ ജീവിക്കുന്ന ഒത്തിരി ധാരാളം ആളുകളുണ്ട്. പക്ഷെ അത് എത്രത്തോളം സ്പ്രെഡാന്നുള്ളത് എനിക്കറിയത്തില്ല. നമ്മുടെ വരും തലമുറയൊക്കെ വളരെയധികം ബാധിക്കും. ഇഫ് യു ആർ ഫോഴ്സിങ് സംബഡി ടു ബി എ മദർ. ഞാൻ ഈ പറഞ്ഞ പോലെ ഐ എം സോ ഹാപ്പി. ഞാൻ ഇപ്പോൾ അമ്മയായതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഐ എം ടോട്ടലി എൻജോയിങ് മൈ മദർഹുഡ്. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ മകനാണ് ഏറ്റവും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം അത് എൻ്റെ ഒരു മൈൻഡിൽ ഞാനിപ്പം എനിക്ക് അമ്മയാകാനായിട്ട് എനിക്ക് അത്രയും സന്തോഷമുള്ളൊരു മൊമെൻറ്റിലാണ് ഞാൻ അമ്മയായത്. സോ അങ്ങനെ അത് അതായിരിക്കും ഒരു നല്ല രീതിയിൽ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇതിന് ഓപ്പോസിറ്റായി ചിന്തിക്കുന്നവരുണ്ടാകാം.
പക്ഷേ ദിസ് ഇസ് മൈ തോട്ട്. മകനെ കുറിച്ചുകൂടെ പറയൂ. ആക്ടിവിറ്റീസ് ഇങ്ങനെ മൈൻഡ് കണക്ട് ചെയ്യണം. നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോഴും നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ജ്യോതിർമയുടെ മനസ്സിനകത്ത് തിരിച്ചോടിയെത്തുന്നതിനെ കുറിച്ച്. തീർച്ചയായും അതെ. എനിക്ക് ഇന്റർവ്യൂ എന്നുള്ളത് ഞാൻ ചിലപ്പോൾ വിചാരിക്കും ദൈവമേ, ഈ മൈൻഡ് പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും കുറച്ചും നേരത്തേക്ക് ആണെങ്കിൽ ഒരു പക്ഷെ പലതും ചോദിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവും, നമ്മുടെ പ്രൊഫഷൻ്റെ ആണെങ്കിലും പലതും. ഇപ്പം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി പറഞ്ഞ പോലെ മോൻ അവിടെ ഉണ്ട്, മോനൊക്കെ അവൻ ഇന്നത് നല്ല വികൃതിയാ, അപ്പോൾ അവൻ ഓക്കെ ആയിരിക്കുമോ. ഇപ്പം ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ മദറിനോനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം അമ്മ ചില സമയത്ത് അമ്മയെ വട്ടം ചുറ്റിക്കും ചിലപ്പോൾ അവൻ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് മൈൻഡും നമ്മളുടെ പുള്ളിയിലാണ്. ഇപ്പം 3 വയസ്സ് കഴിഞ്ഞോ? അതെ, 3 വയസ്സ് കഴിഞ്ഞു. എൻ്റെ മകൾക്ക് 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതാണ് അമ്മമ്മമാരുടെ അടുത്ത് നിന്നാണല്ലോ അവരെല്ലാം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും എന്ന് പറഞ്ഞാൽ ഫ്രീഡം. എന്തും ചെയ്യാനും ഒരു വഴക്ക് പറയില്ല. എന്തും അവർ ഇവിടെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ പുള്ളി നോക്കും വഴിയൊക്കെ, അമ്മൂമ്മയുടെ വീട് എത്താറായി. അവന് ഭയങ്കര സന്തോഷമാണ്. എന്തൊക്കെ കാര്യങ്ങളില കൂടുതൽ ആശ്രയിക്കുക? ഇപ്പം അമ്മ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ഉണ്ടാവും, കോമൺ ആണ്. പക്ഷെ നമ്മൾ ചില മൈന്യൂട്ട് കാര്യങ്ങളിൽ അയാൾ നമ്മളുടെ അടുത്ത് തന്നെ വരും. അതെ, മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്. പുള്ളിക്ക് അത് ഭയങ്കര എന്ന് പറഞ്ഞൊരു ഡിപ്പെൻഡൻസി ഉണ്ട്. എൻ്റെ അടുത്താണെങ്കിലും അമലിൻ്റെ അടുത്താണെങ്കിലും. പലപ്പോഴും എനിക്ക് തോന്നുന്നു എന്ത് കാര്യത്തിന് പുള്ളിക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കളിക്കാൻ പോകണമെങ്കിൽ പോലും പുള്ളി നോക്കും, പറ്റുമെങ്കിൽ എന്നെയും കൂടി വിളിച്ചു കൊണ്ടുപോകാം എന്നുള്ളതാണ് പുള്ളി വിചാരിക്കുക. അങ്ങനെ കുറച്ചൊരു ഇതുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. അല്ല, ഉറങ്ങാൻ സമയത്താണോ, ഏത് സമയത്തായിരിക്കും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക? എല്ലാ സമയത്തും അതാണ്. എവറി മൊമെന്റ് ഹി വാണ്ട്സ് ലൈക്ക് കൂടുതൽ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവുന്നതുകൊണ്ടാണ്. അച്ഛൻ ഉണ്ടെങ്കിൽ വളരെ സന്തോഷം, പക്ഷേ ഞാനുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ നോക്കും ഞാൻ ഉണ്ടോ എന്നുള്ളത്. ഇത് രണ്ടുപേരും കൂടെ നിൽക്കുന്ന സമയത്ത് അമ്മയായിരിക്കുമല്ലോ. എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചില സമയത്തൊക്കെ ആരെന്ന് വരെ അവള് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും അച്ഛനാണ് അച്ഛൻ എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ അമലായിരിക്കുമല്ലോ കൂടുതൽ ബിസി ആയിട്ടുള്ള പേഴ്സൺ. അപ്പൊ എങ്ങനെയാണ്? അല്ല കേട്ടോ, അമലാണെങ്കിലും അമല കൂടുതൽ എല്ലാ ദിവസവും അവന്റെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അത് അമലത് ഭയങ്കരമായിട്ട് അതിനുള്ള ഒരു ടൈം കാണുന്നുണ്ട് അമല്. പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഉണ്ടായ കോവിഡ് സമയത്ത് ഉണ്ടായ, ഞങ്ങൾ എപ്പോഴും വീട്ടിലുണ്ടായിരുന്നു. അതെ അതെ, അത് നല്ലൊരു കാലവും വേറൊരു തരത്തിൽ കെട്ട കാലമാണെങ്കിലും നമ്മൾ ചില ആസ്പെക്ട്സിൽ അത് നല്ലതാണ്. നമ്മൾ പറയുമ്പോൾ പലർക്കും അത് മോശം കാലഘട്ടവും കൂടിയാണ്. ജോലി നഷ്ടപ്പെട്ടു, നമ്മുടെയൊക്കെ ജോലി നഷ്ടപ്പെട്ട കാലവും കൂടിയാണ്. അപ്പോൾ സിനിമയിലേക്ക് വന്നാലേ ഈ കഥാവിശേഷൻ ചെയ്യുന്ന സമയത്ത് കഥാവിശേഷനിൽ അയാളെ അന്വേഷിച്ച് പോകുമ്പോൾ ഇതേപോലെയാണ്. അയാൾ എന്ത് മോട്ടീവാണ് എന്നുള്ളതാണ്. റിലേഷൻ ഉണ്ട് നിങ്ങൾ സിനിമകൾ തമ്മിൽ, അതേപോലെ ഒരു അന്വേഷണമാണ്. ശരിക്കും അയാൾ എന്തുകൊണ്ടത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മൾ പലതരത്തിൽ വാദിച്ചുകൊണ്ടിരിക്കുക, തർക്കിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാകുമോ, ഈ മെമ്മറി വന്നാൽ ഇങ്ങനെയാകുമോ, ഈ മെമ്മറി ഇങ്ങനെ ഷോർട്ട് ടൈം ആയിട്ട് നിൽക്കുമോ, ഇല്ലെങ്കിൽ പഴയതൊക്കെ ഓർക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് തിരിച്ചു വരുമോ, ഇങ്ങനെയൊക്കെ പറയുന്ന ഡിസ്കഷൻസ് തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചു കാലം അംനീഷ്യയൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യും. തന്മാത്ര വന്ന സമയത്ത് നമ്മൾ ചെയ്തതുപോലെ അങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ തുറന്നു വെക്കുന്നത് ശരിക്കും ഒരു ആർട്ടിസ്റ്റിക് വാല്യൂവിനെ കൂട്ടുകയല്ലേ ശരിക്കും ചെയ്യണം. അത് എത്രത്തോളം ആ ക്യാരക്ടേഴ്സും ആ സിനിമയും ആളുകളുടെ ഇടയിലെത്തി, അത് എത്രത്തോളം അവർക്ക് ആ ഇമ്പാക്റ്റ് ഉണ്ടായി എന്നുള്ളത് അറിയാനായിട്ട് വളരെ സന്തോഷം. അല്ലാതെ അതിനകത്ത് പിന്നെ അതിനകത്ത് എന്താണ് ഒരു സോഷ്യൽ അവയർനെസ് ഒക്കെ ഈ പ്രത്യേകിച്ച് ഈ സിറ്റുവേഷനെ പറ്റി ആളുകളിൽ ഉണ്ടാകുന്നത് അറിയുന്നതിൽ ഈ പറയുന്ന എന്താണ് സിനിമയുടെ ഒരു ഇമ്പാക്റ്റും കൂടിയാണല്ലോ, അത് അറിയുന്നത് സന്തോഷം. ഈ മധുവന്തി പാടിയ പാട്ട് ഇപ്പം സ്തുതി ഇറങ്ങുന്നതും നമ്മൾ ആഘോഷിച്ചു. പക്ഷേ സിനിമ വന്നതിന് ശേഷം മധുവന്തി പാടിയ പാട്ടിന് കുറച്ചുകൂടി ഒരു പ്രൊമോഷൻ കിട്ടുന്നുണ്ട്. അത് ശരിക്കും അവിടെ വേണമായിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. പലപ്പോഴും സിനിമയിൽ പാട്ട് കാണുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ആ പാട്ട് അങ്ങനെ തന്നെ വേണം. കാരണം ആ ഓർമ്മകളും അയാൾ എന്താണെന്നൊക്കെയുള്ള എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ചില ഷോട്ട്സും അയാളുടെ ഇരിപ്പും ചില സ്ഥലത്ത് ബാക്ക് ഷോട്ട്സ് ഒക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾ അയാളുമായിട്ട് സാത്മ്യത്തിലെത്തുന്ന ടൈം ആണ്. പാട്ട് ഇപ്പം എങ്ങനെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചേക്കുന്നത്? പാട്ടിൻ്റെ നമ്മൾ ആ വീഡിയോസ് കാണുമ്പോൾ ആളുകൾ ഇത് ഭയങ്കര ഒരു എന്താണ് ഒരു ഉള്ളിലൊരു ചെറിയൊരു ലംപ് ഇൻ ദ ത്രോട്ട് എന്ന് പറയുന്ന ഒരു ഫീല് നമ്മുടെ ആ പാട്ടിനുണ്ട്. അത് കാണുമ്പോൾ ഒരു കുറച്ച് എന്തോ ചിലർ പറയുന്നു എന്തോ ഒരു സങ്കടം വരിക. ചിലവർക്ക് അതിനെപ്പറ്റി കൂടുതൽ ക്യൂരിയോസിറ്റി സിനിമയിലേക്ക് ഉണ്ടാവുന്നു. അങ്ങനെ പലതും പല ആളുകൾക്ക് പല ഒപ്പീനിയനാണ്. അതെല്ലാം
നമുക്ക് അതെല്ലാം എന്താ പറയാ ഒരു പോസിറ്റീവ് ആയിട്ടാണ് ഈ സിനിമയ്ക്ക് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ജ്യോതിർമയി ചെയ്തതിൽ ലളിതം ഹിരൺമയം എന്ന് പറഞ്ഞ കേരള കഫയ്ക്കകത്ത് ഷാജി കൈലാസ് ചെയ്തിട്ടുള്ള ഉവ്വ. ഒരു പടമുണ്ട്. ചെറിയ പടമാണ്. എനിക്ക് അന്ന് ഷാജി കൈലാസ് ചെയ്യുമ്പോൾ അത്ഭുതമായിരുന്നു. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യ കാലഘട്ടത്തിൽ ഷാജി കൈലാസ് തമാശയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് തലസ്ഥാനമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങ് വരുമ്പോൾ പിന്നെ ആ സിനിമകളുടെ ഒരു ശ്രേണി എന്ന് പറയുന്നത് കിങ്, കമ്മീഷണർ അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫാണ്. അതിനിടയ്ക്കാണ് ഒരു ലളിതം ഹിരൺമയം വരുന്നത്. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ 2 സ്ത്രീ കഥാപാത്രങ്ങളാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ സിനിമ, ആ ക്യാരക്ടേഴ്സ്, ഇതൊക്കെ എപ്പോഴെങ്കിലും റീവിസിറ്റ് ചെയ്തിട്ടുണ്ട്? റീവിസിറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ താങ്കൾ പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ആ സിനിമ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് ഈ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, ഏതാ ജ്യോതി വേണ്ടത് സെലക്ട് ചെയ്തോളൂ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്കെന്തോ ഈ ക്യാരക്ടറിനോട് ഒരു ഇത് തോന്നി, ഒരു കൂടുതലടുപ്പം തോന്നി. അങ്ങനെയാണ് അതെ. ഓർമ്മയുണ്ടോ അതിന്റെ ഫ്രെയിംസ് ഒക്കെ? ഓർമ്മയുണ്ടോ ദൈവമേ, അതിന്റെ കളർ ടോണൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കുറേ വർഷം മുന്നേ അല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അത് അങ്ങനെ ഞാൻ ഓർത്തില്ല കേട്ടോ. താങ്കൾ പറഞ്ഞപ്പോഴാണ് അത് ഓർത്തത്. ഈ ഭാവം, അന്യർ പോലെയുള്ള സിനിമകൾ ചെയ്യാൻ ലെജൻസിന്റെ സിനിമകളുടെ ഭാഗമാവുക. അപ്പം കമേഴ്സ്യലൈസ് ചെയ്യുന്ന സിനിമകളും ചെയ്തുകൊണ്ടിരിക്കുക. തുടർച്ചയായിട്ട് കുറേ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ജ്യോതിർമയി അത്രയും ഹൈപ്പിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പാട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. വിദ്യാസാഗർ സാറിൻ്റെ പാട്ടുകൾ തന്നെ എവർഗ്രീൻ പാട്ടുകളിലേക്ക് പെടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഗ്രാഫ്, ആ കാലമൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ തിരക്കുള്ള കാലവും കൂടെയാണ്. അത്തരം തിരക്കുകളിലേക്ക് ചിലപ്പോൾ ഇനി വീണ്ടും പോയേക്കാം, അതറിയില്ല. അത്തരം തിരക്കുകളുള്ളൊരു കാലം എങ്ങനെയാണ് ആസ്വദിച്ചിരുന്നതെന്ന് പറയും. അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരു സിനിമ സെറ്റിൽ നിന്ന് മറ്റേ സെറ്റിലേക്ക് അങ്ങനെയൊന്നും പോയിട്ടില്ല. ഒരു സിനിമ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ സിനിമകൾ. ഒരു പക്ഷേ സിനിമകൾ റിലീസാവുന്നത് ചിലപ്പോൾ എപ്പോഴെങ്കിലും അടുപ്പിച്ചൊക്കെ ആയിരിക്കാം എന്നല്ലാതെ ഞാനങ്ങനെ ബാക്ക് ടു ബാക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു ബിസി ആക്ട്രസ് ഒന്നും ആയിരുന്നില്ല. പൊതുവെ ഞാൻ കുറച്ച് ക്വയറ്റായിട്ട് എൻ്റെതായ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയും കൂടിയായത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അത് അങ്ങനെ ചെയ്യാൻ പറ്റാഞ്ഞതിലും എനിക്ക് ഖേദമില്ല. ഞാൻ എങ്ങനെയായിരുന്നോ അതിലൊക്കെ ഞാൻ ചെയ്ത പ്രോജക്ട്സിലൊക്കെ ഹാപ്പിയാണ്. എനിക്ക് വന്നതിൽ എല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജസ്റ്റിസ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിയില്ല ഇനി അങ്ങനെ ആകുമോ അതും അറിയില്ല എനിക്ക്. ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല. ഇപ്പം പറഞ്ഞ പോലെ അങ്ങനെ ബാക്ക് ടു ബാക്ക് ചെയ്യാവുന്ന ഒരു സാഹചര്യവും അല്ല. എനിക്കൊരു കുഞ്ഞു മോനുണ്ട്, അവനെ നോക്കലും ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. അപ്പോൾ അതെല്ലാമായിട്ട് എങ്ങനെയായിരിക്കും ഇനി ഭാവി എന്നുള്ളതിനെ പറ്റി നോക്കുന്നു. പക്ഷെ ഇപ്പൊ കിട്ടിയ ഒരു ഹൈപ്പില്ലേ, ആ ഹൈപ്പ് ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ ബ്രേക്ക് എടുക്കാമെന്നൊക്കെ ആലങ്കാരികമായി നമ്മൾ പറയുമ്പോഴും നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത പൊളിയായിരിക്കും എന്നുള്ളത് വളരെ സന്തോഷം. അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ക്യാരക്ടേഴ്സിനെ നമ്മുടെ ഉള്ളിലേക്ക് പതിഞ്ഞതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ ജ്യോതിർമയ എന്ന് പറയുന്ന ഒരു പേഴ്സണോടല്ല ഇതുള്ളത്. ആ കാണിച്ചു എന്ന അമൽനീരത് കാണിച്ചൊരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഇങ്ങനെ വാവിട്ട് സംസാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. ഓ സന്തോഷം, വളരെ സന്തോഷം. അതിന്റെ തുടർച്ച കണ്ടെത്തണ്ടേ എന്നാണ് ചോദ്യം. അതാണ് ഈ പറയുന്ന പോലെ ഈ ക്യാരക്ടർ ഇത്രയും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു എന്നുള്ളത് ആ ഹോൾ ഒരു വലിയൊരു ഞാനെന്നൊരു ആർട്ടിസ്റ്റിൻ്റെ മാത്രം കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. ആ ഹോൾ ടീമിൻ്റെയും ആ എല്ലാം ഒത്തു വന്നു. ആ സ്റ്റോറിയുടെയും എല്ലാം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇതുപോലെ വരുമ്പോൾ നമുക്ക് അറിയില്ല ഇനി എങ്ങനെയായിരിക്കാം. ചിലപ്പോൾ ഞാൻ ഇനി അടുത്ത് ചിലപ്പോൾ ചെയ്യുന്ന സിനിമ ചിലപ്പോൾ അത് എങ്ങനെ രീതിയിൽ അത് അക്സെപ്റ്റഡ് ആകാം, അതൊന്നും നമുക്കറിയില്ലല്ലോ. ഇതൊക്കെ ഞാൻ ഇത്രയും സ്നേഹം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു അമൽനീരത് സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി ഒരു ഓഡിയൻസ് ഉണ്ട്. അവരുടെ ഒരു അക്സെപ്റ്റൻസ് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത്രയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയും ആളുകളുടെ ഇടയിൽ സ്വീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നു. ഒരു പക്ഷേ എൻ്റെ മദറിൻ്റെയും എൻ്റെ ഫാദർ ഇൻ ലോൻ്റെയും ഒക്കെ ഒരു വലിയ ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. കാരണം ഞാൻ സിനിമയിലേക്ക് ഞാൻ ചെയ്യണമെന്ന് എൻ്റെ അമ്മ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അമൽ എന്നെ ഉന്തിത്തള്ളി ഈ സിനിമ ചെയ്യിപ്പിച്ചത്. പിന്നെ ഞാൻ ഈ ഷൂട്ടിങ്ങിന് പോകുന്ന ആദ്യ ദിവസങ്ങളിൽ ഞങ്ങൾ 2 ദിവസം ഷൂട്ട് ഇവിടെ എറണാകുളത്തുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് എന്നെ ഹഗ് ചെയ്തിട്ട്
മോളെ ഭയങ്കര അടിച്ചു പൊളിച്ച് എല്ലാ അനുഗ്രഹവും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഫ്രഷ് മെമ്മറിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഭയങ്കരമായിട്ട് ആ ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സ്പോയിലർ ആവാതെ ഞാൻ പറയാം, വീണയുടെ ഏരിയൽ വ്യൂവിൽ ഒരു ഷോട്ട് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അസാധ്യം കേട്ടോ. ഞാൻ ആ ഷോട്ട് കാണുന്ന സമയത്ത് പെട്ടെന്ന് സിനിമ മറക്കാറില്ല, പക്ഷെ ആ ഷോട്ട് കാണുന്ന സമയത്ത് ഞാൻ ഇത് ഏരിയൽ വ്യൂവിലുള്ള ഷോട്ട്, ഇത് അസാധ്യ ഷോട്ടാണല്ലോ, ഇത് ഇവിടെ വെക്കാൻ തോന്നിയത് ഭാഗ്യമാണെന്നൊക്കെ തോന്നിയില്ല. കറക്റ്റ് എക്സ്പ്രഷനും കിട്ടുന്നുണ്ട്. എന്താണോ ആ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതിൻ്റെ എക്സ്പ്രഷൻ മുഖത്ത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള സമ്മർദ്ദവും നമുക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ് കേട്ടോ. ഇതിങ്ങനെ പറയാൻ പറ്റുള്ളൂ, അതൊന്ന് പറയാം. പക്ഷേ ക്ലൈമാക്സിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം, പൊതുവിൽ റിവ്യൂസിൻ്റെ ഭാഗത്തും ക്ലൈമാക്സിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഒരു അമൽ നീരദ് സിനിമ ഞങ്ങളുടെ സിനിമയാണ്, അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? അത് ഓരോരുത്തരുടെ ഈ പറഞ്ഞ പോലെ ഒരു സെറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. കണ്ട് ശീലിച്ച ഇങ്ങനെ ആവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ആവണം. അത് ഒരു ഫിലിം മേക്കർക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ബ്രേക്ക് ചെയ്യാൻ. അത് അങ്ങനെയായിട്ടാണ് ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എപ്പോഴും നമ്മൾ പ്രെഡിക്റ്റബിളായിട്ട് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ ഒരു ചില ആളുകൾക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മളുടെ ചിന്താഗതി മാറും, നമ്മളുടെ പെർസെപ്ഷൻ അബൌട്ട് സർട്ടൺ തിങ്സ് മാറും. അതെല്ലാം ചിലപ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഈ സാധനം വെൽ അക്സെപ്റ്റഡ് ആവും ചെയ്യാം ചില ആളുകളിൽ. എനിക്ക് പരിചയമുള്ള ധാരാളം പേരിൽ നിന്നും അതുപോലെ പരിചയമില്ലാത്ത ആളുകളുടെ അടുത്തു നിന്നൊക്കെ കിട്ടിയ റിയാക്ഷനിൽ അവരെല്ലാവരും വളരെയധികം അത് എൻജോയ് ചെയ്തിട്ടാണ്. അതിനകത്തൊരു ക്രിട്ടിക്കായിട്ടോ ഒന്നുമല്ല, ഒരു ഓഡിയനായിട്ട് സംസാരിച്ച ആളുകൾ, അവർക്ക് അതിനകത്തൊരു സംശയവുമില്ല. നമ്മൾ നേരത്തെ സംസാരിച്ചതിന് തുടർച്ചയായിട്ട് സിനിമയിലൊരു സെൻറ്റൻസ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന ഡയലോഗുണ്ട്. ആ ഡയലോഗ് സത്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത് ആശയത്തെ അല്ല, അത് ഒരു തരത്തിലൊരു ഇവിടെ കാണുന്നതിനെ മറിച്ചിടുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് നമ്മൾ ചെയ്യുക. ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നത് ഭയങ്കര ഹീറോസായിട്ട് കരുതുന്ന സ്ഥലത്ത് നമ്മൾ പോയി സിഗരറ്റ് വലിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് കരുതുന്നത് പോലൊരു സെൻറ്റൻസ് ആയിപ്പോയി എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അത്തരം വലിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അത് ആര് പറയുന്നു അവിടെ? ഇന്ന ആർട്ടിസ്റ്റ് അല്ല പറയുന്നത്, ആ ക്യാരക്ടറാണ് പറയുന്നത്. ആ ക്യാരക്ടർ ആരെക്കുറിച്ച് പറയുന്നു? അതിനകത്ത് അങ്ങനെ കാണണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറയുന്ന പോലെ ആ വ്യക്തിയല്ല പറയുന്നത്, ആ ക്യാരക്ടറാണ് പറയുന്നത് അബൌട്ട് സം അതർ ക്യാരക്ടർ. സോ ലെറ്റ് സീ ഇറ്റ് ആസ് ആ ഒരു സിനിമയിലുള്ള അത്രയും. അതാ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ സെയിം ഇതാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൈൻഡ് സെറ്റ് ഒരു ഇതിനകത്ത് ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഇതിനെ എന്തോ ഒരു മോശം കാര്യമായിട്ട് വ്യാഖ്യാനിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് ആര് പറയുന്നു, ആരെ പറ്റി പറയുന്നു. ഈ പൈൻമരങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു, അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ അമൽ നീരദിന് ആ സ്ഥലം? അതെ, വളരെ ഇഷ്ടമാണ്. അതെന്താ അമൽ എപ്പോഴും അഭിപ്രായം പറയുമോ അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു ഷോട്ട് വെക്കണം എന്നൊക്കെ അഭിപ്രായം പറയുമോ, അല്ലെങ്കിൽ ആ മൊത്തത്തിൽ ആ ഏരിയ ആണോ ഇഷ്ടം? ആ മൊത്തത്തിൽ ആ ഏരിയ ഇഷ്ടമാണ്. ഇന്ന സോങ്ങിലും ആ ഷോട്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഇഷ്ടമാണ്. പൊതുവെ ഇഷ്ടപ്പെട്ടു. വാഗമൺ അമലിൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു ലൊക്കേഷനാണ്. ശരിക്കും എനിക്ക് യോബിന്റെ പുസ്തകത്തെക്കാളും കൂടുതൽ ഈ സിനിമയിലാണ് ആ ലൊക്കേഷനെ കൂടുതൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നിയതും. ഞാനിങ്ങനെ കണ്ണു തുറന്നിരുന്ന് കണ്ടില്ലേ, പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഒരേ സ്ഥലമാണെന്ന് അറിഞ്ഞൂടാ, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും, ഇത് കുറെ പണിയെടുക്കണം, കാരണം ഇത് ട്രാവൽ ചെയ്യും. അമല് ഒത്തിരി ട്രാവൽ ചെയ്തും ഒക്കെ അതിനകത്തൊക്കെ അമല് കുറച്ച് എഫേർട്ട് എടുക്കാറുണ്ട്. ഈ ബൊഗൈൻവില്ല ശരിക്കും അവിടെ ഉള്ളതാണോ, അതേ കൊണ്ട് നമ്മൾ നട്ട് എടുത്തതാണോ? ചില സ്ഥലത്തൊക്കെ ഉള്ളതാണത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പൊക്കെ കുറച്ച് ആർട്ടുകാരൊക്കെ എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചു ആ വീട്ടിൽ ചിലപ്പോൾ വളർത്തിയിട്ടുള്ളതായിരിക്കും, പല സ്ഥലങ്ങളിലുണ്ട്. പല സ്ഥലത്തും ഈ പറഞ്ഞ പോലെ അവർ എഫേർട്ട് എടുത്ത് അതിന് വേണ്ടിയിട്ട് നട്ടു വളർത്തി അങ്ങനെയൊക്കെ. അതാ പറഞ്ഞ കുറച്ചൊരു അങ്ങനത്തെ എഫേർട്ടുകൾ കുറച്ചധികം ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ച് കൂടുതലാണ്. ആർട്ട് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാണുന്ന ഒരു ആർട്ട് വർക്ക് അല്ല ശരിക്കും ഇന്നത്തെ ഒരു ആർട്ട് എന്ന് പറയുന്നത്. എക്സാക്റ്റ് അത് തന്നെ ഡയറക്ടർക്ക് കൊടുക്കണം. ആരാണോ ഇത് ചെയ്യുന്ന ക്രിയേറ്ററും ഈ പറയുന്ന ഡയറക്ടറും ഒക്കെ ഒരേപോലെ അതിനകത്ത് എഫർട്ട് എടുക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എക്സാക്റ്റ് അയാൾക്ക് അത് എന്താ വേണ്ടതെന്ന് മനസ്സിലേ ഉണ്ടാവുള്ളൂ, ഇന്ന പ്രോപ്പർട്ടി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് തോന്നുന്നത് ഇതെല്ലാം അമൽ നീരദ് കണ്ടുപിടിച്ചാണെന്നാണ്. അതൊരു ആർട്ടിൻ്റെ ഒരു ഭയങ്കര ഒരു സൗന്ദര്യമല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ് ഇത് അമലുമായിട്ട് എല്ലാ ആളുകളും മീറ്റിംഗ്
ഉണ്ടാവും. അമലിൻ്റെ ഐഡിയ അമൽ ഓരോരുത്തരോടും എന്താണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് എന്താണ് അതിനകത്ത് ചെയ്യാൻ പറ്റുക, അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടോ, അങ്ങനെ അവർ തമ്മിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടാണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് വരുന്നത്. സോ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആയി അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് ആയിരിക്കാം ഇത്. പാട്ടിനെ പറ്റിയിട്ട് എല്ലാവരും പറയുന്നുണ്ട്. കാരണം അതിന് മാച്ചാണ്. ഈ സാധനങ്ങളൊന്നും മുഴച്ചിരിക്കുന്നില്ല, ഒരു അനാവശ്യമായ ഷോട്ട് വെച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ചില സിനിമകളിലൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനകത്ത് പിന്നെ ജോസഫ് ഭായ് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ രീതിയിലൊക്കെ ഭയങ്കര എല്ലാ ഡീറ്റെയിലിങ്ങും ഒക്കെ വളരെ കൃത്യമായിട്ട് ഓരോ സിനിമയ്ക്കും വേണ്ടതും അങ്ങനെ ചെയ്യുന്ന ഒരു ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ ഞാൻ നടത്താത്തത് അമൽ നീരദ് സിനിമകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല. എനിക്ക് ഏറ്റവും ഇപ്പോഴും ഇഷ്ടമുള്ള സിനിമകളിൽ ഒന്നെന്ന് പറയുന്നത് ബിഗ് ബി ആണ്. ഒരു പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ചെറുപ്പത്തിൽ കണ്ടതുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അന്ന് അതിൻ്റെ ഒരു ബ്രേക്കിംഗ് കണ്ടിട്ട് അന്തം വിട്ടതുകൊണ്ടായിരിക്കാം, ബിഗ് ബി ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ശരിക്കും ജ്യോതിർമയ്ക്ക് അമലിന്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് എല്ലാ സിനിമകളും ഇഷ്ടം. ചില സിനിമകൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ അതെനിക്ക് മറ്റേത് ഇഷ്ടമാണല്ലോ. എനിക്ക് അതിനകത്ത് ഞാൻ എസ്പെഷ്യലി ബയസ്ഡ് ആണ്. എൻ്റെ ഹസ്ബൻഡിന്റെ സിനിമ എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചും അതിനകത്ത് ഐ സീ വിത്ത് ലോട്ട് ഓഫ് ലവ് ഓരോ സിനിമയും. സോ അതിനകത്ത് എനിക്ക് ഇന്ന പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, ചില പാട്ടൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച കിഴക്ക് പൂക്കും കാണുന്ന സമയത്തൊക്കെ എഡിറ്റിങ് കാണുന്ന സമയത്ത് ആ പാട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്നൊക്കെ തോന്നും. പക്ഷേ ഈ ടോട്ടാലിറ്റിയിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് ബിഗ് ബിയിലെ ചില സംഗതികളുണ്ട്. അന്ന് വരെ ഈ പറഞ്ഞിരുന്ന പുരുഷ കേന്ദ്രീകൃത ഇല്ലെങ്കിൽ അച്ഛന് വേണ്ടി തല്ലുന്ന ആൾക്കാരെ കണ്ടിട്ട് അമ്മ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഭയങ്കര രസമായിട്ട് അതിനകത്ത് കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയോ നമ്മൾ അത്രയും ക്രിയേറ്റർ അത്രയും ചെറുതായിട്ട് കാണിച്ച സ്ഥലത്തൊക്കെ നമ്മൾ വലുതായി ചിന്തിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വാതിലടയ്ക്കുന്ന സീനൊക്കെ നമ്മൾ ആദ്യം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സിനിമ എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. തല്ലും പിടിയൊക്കെ കാണിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളു വേറെയാണെന്നും ഈ പുറത്ത് കാണിക്കുന്ന പടമല്ല അടിയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ എന്ന് മനസ്സിലാക്കുന്നില്ലേ. അതിൻ്റെ ഒരു ക്രാഫ്റ്റ് കണ്ടിട്ട് നമുക്കിങ്ങനെ അന്തമിട്ടതാണ്. പറയുന്ന പോലെയാണ് അതിനകത്ത് ഞാൻ ഇങ്ങനെ ഇത്ര ഡീറ്റെയിലിംഗ് ഒക്കെ ഞാൻ ആസ് എൻ ഓഡിയൻസ് ചിലപ്പോൾ ഒരു പക്ഷേ ഇത്രയൊന്നും അങ്ങനെ ഡീറ്റെയിലിങ്ങിലൊന്നും പോയിട്ടില്ല. പക്ഷെ ഓരോരുത്തർ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ എത്ര ഇമ്പാക്റ്റ് ആണ് ആളുകളിൽ ഓരോ സിനിമയും അമലിൻ്റെ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേൾക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു അമലിനായിരിക്കും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. അതാണ് ജ്യോതിർമയി അടുത്ത് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് മേരി ടീച്ചറെ കുറിച്ച് സംസാരിക്കാനുണ്ട് ഇനിയും. അന്നിറങ്ങിയ സിനിമയാണ്, 2007 ആണോ അത് വന്നത്. അപ്പം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയെ പറ്റിയിട്ട് നമ്മളിപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുന്നത് അമൽ നീരദുമായി ബന്ധപ്പെടുന്ന അമൽ നീരദിന്റെ കൂട്ടുകാരെ കണ്ടാലും ഞങ്ങൾ ഉടനെ ചോദിക്കും. മേരി ടീച്ചറെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് മേരി ടീച്ചർ ആണതിൽ. ബിലാൽ ഉള്ളപ്പോഴും മേരി ടീച്ചർക്ക് വേണ്ടിയിട്ടാണ് ബിലാൽ നടക്കുന്നത്. അതിലെ തെറ്റും ശരിയാണ് അതിനകത്ത് ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെയാണോ ബിലാൽ നടക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. പിന്നെ അടികൊണ്ട് വീഴാൻ സാധ്യതയുള്ളൊരു നായകൻ, അയാൾ വീഴും. അയാൾ ചില ടെക്നിക്ക് നീ വെറുതെ അടി മാറ്റി വെക്കല്ലേ എന്ന് പറയുന്ന ഡയലോഗ് പറയുന്ന ആ നായകനെ നമ്മൾ അന്നാണ് കണ്ടത്. അതുവരെ ലൗഡ്ലി പറയുന്ന ഭയങ്കര മിടുക്കുള്ള അങ്ങനത്തെ അല്ലാത്ത ഒരാളാണ്. അതും അയാളുടെ അമ്മയെക്കുറിച്ചാണ് അയാൾ സംസാരിക്കുന്നത്. വലിയ മിടുക്കൊക്കെ പറയുമ്പോഴും എവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ മോഡുലേഷൻസ്, ഡീറ്റെയിൽസ്, ഒരുപക്ഷെ സംവിധായകൻ അത്രയും ഡീറ്റെയിൽസ് കൊടുത്തില്ലെങ്കിലും ഞങ്ങൾ ആരാധകർ ഡീറ്റെയിൽസ് കൊടുത്ത് കണ്ട പടം. അതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വരുന്നത്. ഞാൻ തീർച്ചയായും അമലിനോട് ഇത് പറയാം. അതെ. അപ്പോൾ അതിൽ ഓരോ ക്യാരക്ടേഴ്സിനെ സംബന്ധിച്ച് നമുക്കൊക്കെ ഓരോ സ്റ്റഡീസ് ഉണ്ട്. അത് ഒരുപക്ഷെ സിനിമ നമ്മൾ അത്രയും പ്രാവശ്യം കാണുന്നതോ ഇല്ലെങ്കിൽ അത്രയും മനസ്സിനകത്ത് ആയിപ്പോയതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നേരിൽ കാണുന്നില്ല, സിനിമ സ്ക്രീനിൽ കാണുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ആ സിനിമകളൊക്കെ നടന്നു പോകുന്നുണ്ട്. അത് ഒരു ക്രിയേറ്ററുടെ ഏറ്റവും വലിയ മിടുക്കല്ലേ. നമ്മൾ റീവാച്ച് ചെയ്യുന്നത് നമ്മുടെ തലയ്ക്കുള്ളിൽ നിന്നാണ്. അതെ അതെ അതെ, അത് സത്യം. അമലിന്റെ ബാക്കിയുള്ള സിനിമകളിലെ ഏതെങ്കിലുമൊക്കെ സീൻസ് ഒക്കെ പറയും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞില്ലേ. ദൈവമേ, അങ്ങനെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പിൻ പോയിന്റ് കേട്ടോ. മൈ ഗോഡ്. അമലിന്റെ പാട്ടുകൾ ഇഷ്ടമാണ്. അമലിന്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ധാരാളം പാട്ടുകൾ ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൽ തന്നെ പല പല പാട്ടുകൾ കേൾപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം പലതും എനിക്ക് ന്യൂ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ധാരാളം പാട്ട് കേൾക്കുന്ന ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവായിട്ട് ഒത്തിരി അധികം പുതുമ എല്ലാം എന്തൊക്കെയുണ്ടോ അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് അമൽ നീരദ്. സോ
ഐ തിങ്ക് എന്നും ഒരു ലേണിംഗ് പ്രോസസ്സ് അമലിൻ്റെ ഭാഗത്തുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം ഈ പറഞ്ഞ പോലെ ഒരു ഓഡിയൻ എന്ന നിലയിൽ താങ്കൾ ഈ പറയുന്ന ഓരോ ഡീറ്റെയിലിങ്ങും താങ്കൾക്ക് അത് തോന്നുന്നത് ഒരു പക്ഷേ അമലിൻ്റെ ഈ ഒരു ഒരു ഉള്ളിലെ ഒരു കുട്ടി എന്നുള്ളൊരിതുണ്ടല്ലോ, പഠിക്കാൻ എപ്പോഴും ആ ഒരു ത്വരയുള്ള ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. അതൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കാണുന്നത്. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാനും സ്വന്തമാക്കും എന്ന് പറയുന്ന സാധനം അവിടെ ഒരു പോപ്പുലാരിറ്റി തന്നു. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഈ ബോഗൻവില്ലയുടെ പാട്ട് കൊണ്ട് വെക്കുമ്പോൾ കിട്ടുന്നൊരു പോപ്പുലാരിറ്റി ഉണ്ട്. ഇത് എസ്തെറ്റിക്കലി ഭയങ്കര വ്യത്യാസമുള്ള കാര്യമാണ്. രണ്ടും ക്രിയേറ്റിവിറ്റിയാണ്, കലയാണ്, നമ്മളൊരു കാലഘട്ടത്തിൽ ആസ്വദിക്കുന്നതാണ്. പക്ഷേ ഒരു എസ്തെറ്റിക്കലി കുറേ കൂടെ നമ്മൾ വളർന്നതിൻ്റെ ഒരു തെളിവും കൂടിയാണ് അത്. ജ്യോതിർമയി മാത്രമല്ല, നമ്മൾ മലയാള സിനിമ എസ്തെറ്റിക്കലി എത്രമാത്രം വളർന്നു എന്നുള്ള. എസ്തെറ്റിക്കലി വിലയിരുത്തുന്നവരൊക്കെ അമൽ നീരദിൻ്റെ പടത്തിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ഇതുമൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഐ തിങ്ക് സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല, സൊസൈറ്റി തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി അവരുടെ ഔട്ട്ലുക്ക്, യാത്രകൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് ഒരു വേറൊരു കൈൻഡ് ഓഫ് ജനറേഷൻ തന്നെയായി. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ പോലെ ചിന്താഗതിയും അവരുടെ ഓരോ കാര്യങ്ങളെയും അവരെങ്ങനെ ഗ്രഹിക്കുന്നു, അവരെങ്ങനെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രതികരിക്കുന്നു, അതെല്ലാം വ്യത്യാസമുണ്ടല്ലോ. അതൊക്കെ ഒരു പക്ഷേ ഈ സൊസൈറ്റിയുടെ മാറ്റം തന്നെയായിരിക്കാം ഈ വ്യത്യാസവും. ഇനി എപ്പോഴും അടുത്ത പടം അമൽ നീരദിന്റെ പടം അറിയില്ല. ഇനി ഞങ്ങളൊരു ബ്രേക്ക് എടുക്കും എന്തായാലും.